ഗാനമേള ഇത്രയും നന്നാവുന്ന ഞാൻ കരുതിയതേ ഇല്ല. എന്ത് അസലായി പാടുന്നുണ്ടയാൾ. ഇവർക്കൊക്കെ സിനിമയിൽ ചാൻസ് കിട്ടാത്ത എന്താന്നാ? അതവിടെ നിൽക്കട്ടെ. എന്റെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? തകർത്തു മുതലാളി. ഓ, എനിക്ക് മേലാകെ രോമാഞ്ചം വന്നു. അതെ അതെ, അച്ഛൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ ഞാനിരുന്ന് വേർക്കുകയായിരുന്നു. നാണക്കേട്. ആകപ്പാടെ 2 വാചകം ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങോട്ട് കാണാതെ പഠിച്ചാൽ എന്തായിരുന്നു? വലിയ വലിയ മന്ത്രിമാര് വരെ എഴുതി വായിക്കാ ചെയ്യണേ മോളെ. എന്നാ പിന്നെ ആദ്യമേ അതങ്ങ് ചെയ്താ പോരായിരുന്നോ? കഴിവില്ലെങ്കിൽ ഈ ഉദ്ഘാടനവും പ്രസംഗവും ഒക്കെ സ്വയം ഏറ്റുപിടിക്കുന്നത് എന്തിനാ? അതിന്റെ ഒക്കെ പിന്നിൽ അച്ഛന് വലിയ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് മോളെ. നോക്കിക്കോ, ഞാൻ ഈ നാട്ടിലൊരു കലക്കും. സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത ആളാ കലക്കാൻ പോണേ. അതുകൊണ്ടാ ഞാനും നീയൊക്കെ ഈ നിലയിലെത്തിയത്. വീടത്താറായി പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. നിന്റെ മമ്മിയോട് അമ്പലത്തിൽ പോയെന്ന് മാത്രമേ പറയാവൂ. പാവം, മമ്മിയെ കൂടെ കൊണ്ടുവരാമായിരുന്നു. എന്നിട്ട് വേണം ഞാൻ അവിടെ കിടന്ന് നാറാൻ. അല്ലെങ്കിൽ തന്നെ ആകെ നാറിയില്ലേ? എന്താടാ പറഞ്ഞേ? അല്ല, ഈ സ്റ്റീറിങ്ങിനെ പ്ലേ കൂടുതലാന്ന് പറയാ. ഘോരമായ അന്ധകാരത്തിൽ ഒന്നും കാണാനാവാതെ പതുമനാഭൻ വിഷമിച്ചു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സാറേ ഒന്നിറങ്ങി ഇറങ്ങണേ. അവിടെ ചെല്ലുമ്പോ ദയവ് ചെയ്ത് കൊളാക്കരുതിട്ടാ. അയ്യേ, എന്തായി പറയണേ? എന്നെ വിശ്വസിക്കാം. മുതലാളികൾ വന്നേ. നീ ഇങ്ങോട്ട് വന്നേ. വന്നേ. ഇങ്ങനൊരു വിദ്യാഭ്യാസമില്ലാത്ത ഡ്രൈവർ. എന്താ ഇത്ര താമസിച്ചത്? ഒന്നും പറയണ്ട എന്റെ കാർത്തിയാനി. ഒന്നും പറയണ്ടെന്നോ? കാര്യം എന്താണെന്ന് വെച്ചാ പറ. എന്തൊരു തിരക്കായിരുന്നു അമ്പലത്തില്. ശയനപ്രദക്ഷിണവും പൂജയും വഴിപാടും ഒക്കെ കഴിഞ്ഞപ്പോ നേരെ എത്രയായി. എന്നിട്ട് പ്രസാദം എവിടെ? പ്രസാദം പ്രസാദം എവിടെയാ? പ്രസാദം നാളെ കാലത്ത് കൃത്യം 9 മണിക്ക്, അതായത് 9:30 വരാന്നാണല്ലോ പറഞ്ഞത്. പ്രസാദല്ല, പ്രസാദം എവിടെയാണ് ചോദിച്ചത്. മറന്നു. ഇതെനിക്ക് പിടിക്കാത്ത. നീ ഒരുത്തി അവരെ ചീറ്റാക്കണേ. പോ എന്റെ മുമ്പിൽ പോയി കാണണ്ട. അപ്പുകുട്ടാ, അവിടെ നിൽക്കാൻ. അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞിരുന്ന ഞാനിവിടെ വരത്തില്ലായിരുന്നോ? വർഷാപ്പിൽ പോണെന്നല്ലേ നീ അല്ല, അത് പിന്നെ സൊസൈറ്റിയുടെ വാർഷികത്തിന് ഓഡിറ്റോ. അതെ, ഈ വർഷാപ്പരുടെ സൊസൈറ്റിയുടെ വാർഷിക ആയതുകൊണ്ട് വർഷാപ്പൊക്കെ നടപ്പായിരുന്നു. അപ്പൊ പിന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് ഒന്ന് തൊഴുതിട്ട് വരാന്ന് വിചാരിച്ചില്ലടാ പോട്ടാ. പിന്നെ ഹലോ, ആരാ? ഞാൻ പിള്ളയാണ്. ഏത് പിള്ള? കേസ് പിള്ള. അതെ, അഡ്വക്കേറ്റ് കേസ് പിള്ള. ഓ, നമ്മുടെ പിള്ള. എന്നെ പിള്ളേ? അതെ, വൈകുന്നേരം ഓഡിറ്റോറിയത്തിൽ വെച്ച് പണിക്കരോട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഗാനമേള കഴിഞ്ഞ ഉടനെ മൂപ്പര് സ്ഥലം വിട്ടു. ഞാൻ ചേട്ടന് കൊടുക്കാം. വേണ്ട, നാളെ ക്ലബിന്റെ മീറ്റിംഗിന് വരുന്ന കാര്യം മറക്കരുതെന്ന് പറഞ്ഞാൽ മതി. വൈദ്യമായി കാർത്തികനും എന്താ ഗാനമേളക്ക് വരാതിരുന്നത്? അത് പിന്നെ എനിക്ക് സുഖമില്ലായിരുന്നു. ആ, ശരി പറഞ്ഞേക്കാം. അപ്പുകുട്ടാ, ആകെ എത്ര പാട്ടുകൾ ഉണ്ടായിരുന്നു? ഒരു 10-15 പാട്ട് പാടി കാണും അല്ലേ സാറേ? പാടിന്ന് പറഞ്ഞ ഇന്ന് അമ്പലത്തിൽ റിക്കാർഡിട്ട കാര്യമാണ് ഇവൻ പറയണേ. ഇന്ന് അമ്പലത്തിൽ വിശേഷമായതുകൊണ്ട് ഒരുപാട് പാട്ടുകൾ ഇട്ടു. ലടാ പൂട്ടാ. അതെ, KB സുന്ദരാമ്പ, ശീർക്കാഴി ഗോവിന്ദരാജൻ, MS സുബ്ബലക്ഷ്മി, സുശീല. അപ്പൊ ജാനകിയോ? ജാനകി നന്നായിട്ട് പാടും. പിന്നെ കാരിക്കോടിത്താണാലത്ത് കാട്ടിലെ കിളിപ്പെണ്ണി കവിത കേട്ടുണരുന്ന പൂ. മതി, കൂടുതൽ കിടന്നുരുളണ്ട. ഗാനമേളക്ക് എന്നെ കൂടെ കൊണ്ടുപോയാ നിങ്ങൾക്ക് വലിയ കുറവായി പോകുമല്ലേ? മനുഷ്യ, വന്ന വഴി മറക്കണ്ട. പതുക്കെ പറ കാർത്തിയാനി, അയൽവക്കാര് കേൾക്കും. ഉറക്കെ പറയ്. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ഇട്ട്. അത് ശരിയാ. എന്നാലേ ഞാനും സാക്ഷരതാ ക്ലാസ്സിലൊക്കെ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കിക്കോ, നിങ്ങളെ പോലെ ഞാനും പ്രസംഗിക്കാനൊക്കെ പോകും. എന്റെ അമ്മേ, എന്ത് പറ്റി? വെള്ളം വേണോ? ഒറ്റ വെട്ടുവെച്ചെന്നുണ്ടല്ലോ.